ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇതിപ്പോൾ ഇന്ന് ലഭിച്ച റിപ്പോർട്ടല്ല. കഴിഞ്ഞ ദിവസം തന്നെ DIG അജിത ബീഗം DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് തന്നെ DGP ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതുമാണ്. എന്നിട്ട് ഇത്ര ദിവസം വേണ്ടി വന്നു സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാൻ എന്നതാണ് ഈ ആരോപണങ്ങൾ അൻവർ ഉയർത്തിയതിനു ശേഷവും സുജിത് ദാസ് അവധിയിൽ പോയി. അത് തെളിവ് നശിപ്പിക്കാനാണെന്ന് അൻവർ വീണ്ടും ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ന ഒരു ലോങ് പ്രോസസ് ഇതിന് വേണ്ടി വന്നു എന്നതാണ്. ഇത്രയധികം വലിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് ബന്ധം ഉൾപ്പെടെ അതിഗുരുതര ആരോപണങ്ങൾ ഒരു ഭരണപക്ഷ MLA തന്നെ ഉയർത്തിയിട്ടും ഇത്ര സമയം വേണ്ടി വന്നു, ഇത്ര ദിവസം വേണ്ടി വന്നു SP-ക്കെതിരെ നടപടിയെടുക്കാൻ എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായും തിങ്കളാഴ്ചയാണ് അജിത ബീഗം റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ തന്നെ DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈമാറുകയും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 2 ദിവസം കഴിഞ്ഞ് ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ മാനം കൂടി അതിന് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിനുശേഷമാണ് മുഖ്യമന്ത്രിയെ PV അൻവർ കാണുന്നത്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ PV അൻവർ ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ തന്നെയാണ് സുജിത് തിരുവനന്തപുരത്തെത്തി DGP ഓഫീസിലെത്തി ജോലിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ചുമതലകളൊന്നും സുജിത്തിന് കൊടുത്തിരുന്നില്ല. എന്തായാലും നിലവിൽ 2 ദിവസം വൈകിപ്പിച്ചെങ്കിലും ഒടുവിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ 2 ദിവസം DIGയുടെ റിപ്പോർട്ട് മാറ്റിവെച്ച ശേഷം തൃശ്ശൂർ റേഞ്ച് IGയെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കുക. ആ അന്വേഷണ റിപ്പോർട്ട് 1 മാസം വരെ സമയം നൽകിയിരിക്കുന്നു. 1 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പോൾ നടപടി എടുക്കാമെന്ന രീതിയിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നോട്ട് പോയതാണ്. ഒടുവിൽ നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കാനിരിക്കുകയാണ്. എന്തായാലും അതിന് മുന്നോടിയായി അടിയന്തരമായ ഒരു തീരുമാനം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൊണ്ടിരിക്കുന്നു. അതിൽ രാഷ്ട്രീയ മാനമുണ്ട്. അതിൽ PV അൻവർ MV ഗോവിന്ദൻ കൂടിക്കാഴ്ചയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ജില്ലയിൽ നടക്കുന്നുണ്ട്. അതും ഇതിനൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. അത് അവിടെ ഉയരുന്ന വിമർശനങ്ങളും എന്നൊരു ആകാംക്ഷയുണ്ട്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുകയാണ്. ശശിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകുമ്പോൾ പെട്ടെന്നുള്ള ഒരു മുഖം രക്ഷിക്കൽ പോലെ തോന്നുന്നു ഈ സുജിത് ദാസിനെതിരെ ഇത്ര ദിവസത്തിന് ശേഷം ഈ സസ്പെൻഷൻ ഉത്തരവിറങ്ങിയത്. നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് തൃശൂർ റേഞ്ച് DIG ആയിരുന്ന അജിത ബീഗം സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തൃശൂർ റേഞ്ച് DIG ആയിരുന്ന അജിത ബീഗം അന്വേഷിച്ചത്. ഈ അന്വേഷണത്തിൽ SP സുജിത് ദാസിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും വ്യക്തമാണ്. കാരണം അവിടെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞു. PV അൻവർ അതിന്റെ തെളിവ് സഹിതം പുറത്തുവിട്ടു. ഒപ്പം തന്നെ സമീപവാസിയായ സ്ത്രീയോട് മൊഴി പരാതി എഴുതി വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിലും കള്ളക്കളി നടന്നുവെന്ന കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സുവ്യക്തമായിരുന്നിട്ടും എന്തുകൊണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം കിട്ടിയ അന്വേഷണ റിപ്പോർട്ടിന്മേൽ നടപടി തീരുമാനം ഇത്രയും ദിവസം വൈകി? ഇന്ന് വ്യാഴാഴ്ച രാത്രി 8:27 സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നത്. അതായത് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം. അപ്പോൾ എന്തുകൊണ്ട് 2 ദിവസം താമസിച്ചു എന്നതിന് ഒരു വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ കാര്യത്തിൽ സ്വാഭാവിക നടപടിയോ അല്ലെങ്കിൽ സ്വാഭാവികമായ കാലതാമസമോ എന്നും പറയാൻ കഴിയില്ല. അടിയന്തര സ്വഭാവത്തിലുള്ള പ്രശ്നമാണ്. സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഈ റിപ്പോർട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ ഒരു സത്വര നടപടി സ്വീകരിക്കാൻ എന്താണ് സർക്കാരിനെ പിറകോട്ട് വലിച്ചത്? ഇപ്പോൾ അടിയന്തരമായി ഈ നടപടി വരുമ്പോൾ നാളെ നടക്കുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഈ വിഷയം പരിഗണിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് കരുതേണ്ടി വരും. അത്തരമൊരു CPIM സെക്രട്ടറി യോഗത്തിൽ ശശിക്കെതിരായ ആരോപണം, പോലീസിലെ ഉന്നതർക്കെതിരായ ആരോപണം, ഇത് സംബന്ധിച്ച് PV അൻവർ നൽകിയ പരാതി, ഇതെല്ലാം വിശദമായ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന് ഒരു നിലപാട് അറിയിക്കേണ്ടി വരും. ഈ നടപടികൾ എടുക്കാൻ PV അൻവറിനോട് മുഖ്യമന്ത്രി നൽകിയ മറുപടി സർക്കാർ നടപടികൾക്ക് സ്വാഭാവികമായ നടപടിക്രമം ഉണ്ടെന്നാണ്. എന്നാൽ ഈ സുജിത് ദാസിന്റെ കാര്യത്തിൽ വളരെ അദ്ദേഹത്തിന്റെ വീഴ്ചകൾ സുവ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ടുകൾ, തെളിവുകളൊക്കെ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടും നടപടിയില്ലായിരുന്നു. മാത്രമല്ല ഇനി അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ പരാതികളിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സംഘത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എടുത്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ സംഘം കസ്റ്റംസിന് കൈമാറുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ
അന്വേഷിക്കാൻ ആരാണ് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്, എന്താണ് സർക്കാരിന് സത്വര നടപടിയിൽ നിന്ന് പിറകോട്ട് വലിക്കുക തുടങ്ങിയ സംശയങ്ങളുയർന്നു. അപ്പോൾ ഈ സംശയങ്ങൾ ന്യായമായും നാളത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയിലും പ്രതിഫലിക്കാം. അതുകൊണ്ടാണ് വ്യാഴാഴ്ച രാത്രി ഇത്തരമൊരു നടപടി പുറത്തു വരുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, MR അജിത് കുമാറിനെതിരെയും സമാനമായ ആരോപണങ്ങളാണ് അൻവർ ഉയർത്തുന്നത്. ഇപ്പോഴും അജിത് കുമാർ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ പുറത്തു പറഞ്ഞതോടെ തുറന്നുവിട്ടതോടുകൂടിയാണ് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ സുജിത് ദാസിനെതിരായ ഈ മരമുറി അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ചയായിരുന്നു, പരാതികളും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIG അന്വേഷണവും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഉയർന്ന പരാതിയും MR അജിത് കുമാർ നൽകിയ പരാതിയും ഈ രണ്ടും ചേർത്താണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള 5 പോലീസ് സംഘം അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതിന് 1 മാസത്തെ കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ 1 മാസത്തെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ഈ അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്ന് വേണം ഇപ്പോൾ കരുതാൻ. എന്നാൽ ഈ അന്വേഷണത്തിന് സമാന്തരമായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കൊണ്ടും ഒക്കെ സർക്കാരിന് വേണമെങ്കിൽ അന്വേഷിപ്പിച്ച് വളരെ വേഗത്തിൽ ഇതിനൊരു വസ്തുതാ പരിശോധന നടത്താം. ആ പരിശോധനയിലേക്ക് മറ്റും സർക്കാർ കടന്നിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല.